ഹായ്, ഐ ആം മിസ്റ്റർ സുരേന്ദ്രൻ, പ്ലേ ഫിറ്റ്നസ് അരീന തലശ്ശേരി. ഇന്ന് നമുക്ക് പ്രീച്ചർ കേളിംഗ്, അതായത് പ്രീച്ചർ കേളിംഗ് മെഷീനിൽ ചെയ്യുമ്പോഴും പ്രീച്ചർ കേളിംഗ് ഫ്രീ വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ബൈസിപ്സിൽ ഉണ്ടാകുന്ന ഇഫക്റ്റിലെ വ്യത്യാസം എന്താണെന്ന് പരിശോധിക്കാം. മറ്റ് കേളിങ്ങുകളെ അപേക്ഷിച്ച് പ്രീച്ചർ കേളിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് പറയാം. അതായത് നമ്മൾ പ്രീച്ചർ കേളിംഗ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ചെരിഞ്ഞ ബോർഡിൽ നമ്മുടെ എൽബോ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ബാറിലോ ഡംബലിലോ നിന്നിട്ടോ ഇരുന്നിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഉള്ളതുപോലെ നമുക്ക് ആടിയും ഉലഞ്ഞും ഒന്ന് ചീറ്റ് ചെയ്യാൻ പ്രീച്ചർ കേളിങ്ങിൽ സാധിക്കും. ഇനി നമുക്ക് മിഷ്യൻ പ്രീച്ചർ കേളിംഗ് നോക്കാം. മിഷനിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലോഡ് പുള്ളി ആൻഡ് കേബിൾ ത്രൂ ആണ് നമ്മുടെ ബൈസിപ്സുകളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് എല്ലാ ഇടങ്ങളിലും എല്ലാ പൊസിഷനിലും തുല്യമായ ലോഡ്, അതായത് താഴെയും മുകളിലും ഏറ്റവും മുകളിലും പോലും ബൈസിപ്സിന് തുല്യമായ ലോഡ് ലഭിക്കുന്നു. അതായത് മിഷൻ പ്രീച്ചർ കേളിംഗ് ഒരു മികച്ച ഓവറോൾ ബൈസിപ്സ് കേളിംഗ് ആണ്. ഇനി ബാറോ ഡംബലോ അല്ലെങ്കിൽ ഫ്രീ വെയിറ്റ് ഉപയോഗിച്ചുകൊണ്ട് പ്രീച്ചർ കേളിംഗ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഇഫക്റ്റിലെ മാറ്റം എന്താണെന്ന് നോക്കാം. അതായത് ഫ്രീ വെയിറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ താഴെ നിന്നും ആരംഭിച്ച് നമ്മുടെ കൈ വെർട്ടിക്കൽ ആംഗിളിൽ എത്തുന്നത് വരെ മാത്രമേ ബൈസിപ്സിന് ലോഡ് ലഭിക്കുന്നുള്ളൂ. ഈ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ലോഡ് പോകുന്നത് ബോർഡിലേക്കാണ്, അതായത് എർത്തിങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഈ ഡംബലിൽ എത്ര നേരം വേണമെങ്കിലും ഹോൾഡ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഇതിൽ നിന്നും താഴേക്ക് ചലിക്കുമ്പോൾ ഇഫക്റ്റ് ആരംഭിക്കുന്നു. അതായത് ഇതിന്റെ ഇഫക്റ്റ് പോകുന്നത് നമ്മുടെ ലോവർ ബൈസിപ്സിലേക്കാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോവർ ബൈസിപ്സിന് ഒരു മികച്ച എക്സസൈസ് ആണ് ഫ്രീ വെയിറ്റിലുള്ള പ്രീച്ചർ കേളിംഗ്. ഓക്കെ, താങ്ക് യു.